ഞങ്ങളങ്ങനെ കണ്ട അനീഷിൻ്റെ മണിക്കുട്ടനെ തീറ്റാൻ വന്നതാണ് ഞങ്ങളുടെ മലയുടെ അടിവാരത്ത്. അപ്പോൾ അനീഷ് പറഞ്ഞെന്നാ വീട്ടിൽ നിന്ന് ചോറൊന്നും കഴിച്ചിട്ട് വരല്ലേ, ഇവിടെ കണ്ട ചീനി പുഴുങ്ങി വെച്ചിരിക്കുന്നു, നല്ല മുളക് ചമ്മന്തിയും അതേപോലെ മീൻകറിയും എല്ലാം ഉണ്ട്. സുഹൃത്തുക്കളെ, എൻ്റെ നാട്ടിലെ എൻ്റെ 2 സ്നേഹനിധിയായ അനിയന്മാരോടൊപ്പം നമ്മുടെ അനീഷിൻ്റെ പോത്തിനെ തീറ്റാനായിട്ട് ഞങ്ങൾ പോവുക. അതും ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഈ മലയുടെ അടിവാരത്താണ് പോകുന്നത്. അവിടെ ഇഷ്ടം പോലെ പോച്ചയെ കൊണ്ട് പോത്തിന് കഴിക്കാൻ. ചീനിയൊക്കെ കണ്ട പുഴുങ്ങി പൊടിമോൻ്റെ കയ്യിൽ വെച്ചേക്കുക, പൊടിമോനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അനീഷിൻ്റെ പോത്തിൻ്റെ പേര് മണികണ്ഠനെന്നാണ്. അനീഷിനെ കണ്ടില്ലെങ്കിൽ അതിവിടെ പാഞ്ഞു കിടക്കും. ഒരുപാട് വർഷമായി, അവൻ്റെ കുഞ്ഞുനാൾ മുതലേ ഇതേപോലെ പോത്തിനെയൊക്കെ വളർത്തുന്നുണ്ട്. അനീഷ എത്ര വർഷമായിടാ ഇപ്പം നീ ഇത് മൊത്തത്തിൽ? ഒരുപാട് വർഷമായി. എനിക്കറിയാം. കുഞ്ഞുനാൾ മുതൽ നീ ഇടയ്ക്ക് വെച്ച് ഗൾഫിലൊക്കെ പോയിട്ട് വന്ന് വീണ്ടും അല്ലേ പോത്തിന് നമ്മളിവിടെയൊക്കെ വന്നിരിക്കാനൊരു പ്രത്യേക ഒരു രസമാണ്. ഇതിന്റെ പേരെന്തോടാ അനീഷേ? മണികണ്ഠൻ. മുമ്പ് എനിക്ക് 2 എണ്ണം ഇല്ലായിരുന്നോ? മണികണ്ഠൻ മണി. മണികണ്ഠൻ മണി. മണികണ്ഠനും മണി 2 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം കൊടുത്തല്ലേ? 2 എണ്ണം കൊടുത്തിട്ട് അടുത്തതും മണികണ്ഠൻ. ഇനി അടുത്ത പറഞ്ഞോടായിരുന്നപ്പോ മണി. ഇത് മണികണ്ഠൻ. ഇതെങ്ങനെ ലാഭമുള്ള ബിസിനസ് ആണോ അനീഷേ? ബിസിനസിന് വേണ്ടിയിട്ടല്ല, പിന്നെ ഒരു നേരം പോക്ക്. നീ എല്ലാ ജോലിക്കൊക്കെ പോന്നല്ലോ. അവനിങ്ങനെ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ പോകുന്നതാ. പക്ഷേ സമയം കിട്ടുമ്പോഴെല്ലാം അവൻ ഇതേപോലെ പോത്തിനെ മേടിച്ച് വളർത്തും. നല്ല ഒരു അധ്വാനിയാണ് പയ്യൻ. അനീഷ് അമ്മക്ക് ഇവിടെ ചീനി പുഴുങ്ങിയത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വട്ടയില പറിക്കാൻ പോയേക്കുവാണ്. അതിനും അനീഷ് പോകുമ്പോൾ അനീഷിൻ്റെ കൂടെ പോവും മണികണ്ഠനും. ഇപ്പം തിരിച്ചു വരും. അനീഷ് വരുന്ന കണ്ട അപ്പോഴേ അവൻ തിരിച്ചു വരും. കണ്ടോ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു പേടിയാ. ഞങ്ങളാണ്ട ചീനി പുഴുങ്ങിയത് കഴിക്കാൻ വേണ്ടി വട്ടയില പറിച്ച് ഇങ്ങനെ ഇട്ടേക്കുക. അനീഷ് കണ്ടോ, ഞങ്ങളുടെ മലയുടെ അടിവാരത്ത് വന്നാണ്ടേ ഞാനും നമ്മുടെ അനീഷും പൊടിമോനും ഇവിടെ വന്നാണ്ട് നല്ല ചീനി പുഴുങ്ങിയത് ഒക്കെ കഴിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുക. അനീഷിൻ്റെ മണിയെ പോച്ച കഴിക്കാൻ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നാണ്ട ചീനി കഴിക്കാൻ പോവുക. താണ്ടാണ്ടോ ചീനി പുഴുങ്ങിയത്, മുളക് ചമ്മന്തി, അടിപൊളി മുളക് ചമ്മന്തിയുടെ മീൻകറി, എല്ലാ സെറ്റപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. അനീഷ് അതേപോലെ പൊടിമോൻ ഞങ്ങളാണ്ട് ഇവിടുന്ന് കഴിക്കാൻ പോവുകയാണ്. എടാ മുളക് ചമ്മന്തി ഇത്തിരി എടുത്ത് കഴിച്ചു നോക്കിയാണ്ടാ പൊടിമോനെ. അനീഷേ മുളക് ചമ്മന്തി ഒരു രക്ഷയില്ല. കാന്താരി മുളകാ തോന്നുന്നല്ലേ? കാന്താരി ഉണ്ടളവും ഒരു രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റ്. വീട്ടിൽ തന്നെ അടിപൊളി കേട്ടോ. ഏത് കാന്താരി എന്ന് പറയുമ്പോ നമ്മള് റോട്ടങ്ങോട്ട് വരുന്നു. മീൻ കറിയുണ്ട്. അടിപൊളി, ഒരു രക്ഷയില്ല. വേണ്ട അനീഷ, നീ ധൈര്യമായിട്ട് മണിക്കുട്ട അവിടെ നിന്ന്, മണിക്കുട്ടനല്ലേ മണികണ്ഠ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. സൂപ്പർ അല്ലേ? നല്ല സൂപ്പർ ടേസ്റ്റ്. മണിക്കുട്ടൻ ഓടി വന്ന് നമ്മുടെ ചീനി എടുത്ത് തിന്നാ നോക്കിക്കൊണ്ടേടാ അനീഷ്. അതാ പോയി വന്നേ. നീയാണോ ഈ മുളക് ചമ്മന്തിയൊക്കെ എവിടെ ചെയ്തത്? അതോ മായയോ? ആണോ? ഇതും ചീനിയൊക്കെ പൊടിച്ചു കൊടുത്ത പിന്നെ വേപ്പിലൊക്കെ നമ്മളെ ഇതിന്റെ അനീഷൊക്കെ ഇങ്ങനെ ഈ ചീനിയും പുഴുങ്ങിയൊക്കെ ഇങ്ങ് വരും. വന്നു കഴിഞ്ഞാൽ പോത്തിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെ തീറ്റിയിട്ടേ പോവും. അപ്പൊ ഇന്ന് ഞങ്ങൾക്കും കിട്ടിയ ആ ഭാഗ്യം. ഇപ്പൊ ഈ പിന്നെ ചന്തലൊക്കെ തരുന്നത് പോത്തിനെ തൂക്കിയാണോ? ചില ചന്തയില് ചിലയിടത്ത് ഒരാളെന്ന് പറയും ഞാൻ മേടിച്ചത് 14 രൂപ, ഒരാൾ പറഞ്ഞത് 20 കൊടുക്കുന്ന. അന്നേരം ഞാൻ അന്നേരം കൈ ഒഴിഞ്ഞോണം. 5 രൂപ നമുക്ക് കിട്ടുന്നില്ല എന്നാ. എന്ന് പറഞ്ഞാൽ അതിൽ ഈ 5 രൂപ ലാഭം ഉണ്ടെങ്കിൽ 3000 രൂപ വരത്തുള്ളൂ. 2000 രൂപ കൂടുതൽ ഇപ്പം 1.5 മാസം കൊണ്ട് 5000 രൂപയുടെ തീറ്റിയായി. പക്ഷെ വേറെ കാര്യം, നീ ഇത് ഇപ്പം വിറ്റ് കഴിയുമ്പോൾ വിൽക്കുമ്പോൾ ഒരു വിഷമമില്ല. ഇപ്പം ഇത്രയും നിന്നെ ഇണങ്ങി
അന്ന് കിടന്ന കാലം ഇതുപോലെ ഇണക്കിയതാ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഏ? ഇതുപോലെ ആ. ഇവിടെ കാരണത്താര് പോത്തിനെ മേടിച്ച് പോത്ത് വണ്ടി കയറൂല. ആ. അങ്ങനെ എന്നെ എല്ലാം കൂടെ നീറായിക്കോട്ട് പള്ളിയിലച്ഛന് പണിക്ക് ഇരിക്കുന്നു. ആ. എന്നെ ഇവിടെ കച്ചവടം നടത്തി എല്ലാവരോടും എന്നെ വിളിക്കാൻ വന്നു. ഉം. നീയും കൂടെ ഉണ്ടെങ്കിലേ വണ്ടി കയറത്തുള്ളൂ. അങ്ങനെ തോടത്തറ അമ്മിണിമേര വീടിന്റെ അതിൻ്റെ അവിടെ വണ്ടി കൊണ്ട് കയറി. ആ. ഞാൻ വണ്ടിക്ക് ചാടി കയറിയപ്പോൾ എൻ്റെ കൂടെ 2 ടിക്കനെ ഡോറും അങ്ങ് അടച്ചു. അത് വിറ്റ് 2-3 ദിവസമായപ്പോൾ ഞാൻ വീട്ടിൽ കിടന്ന് കരഞ്ഞു. കൊടുക്കേണ്ടെന്ന് തന്നെ ആ. എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. അങ്ങനെ അച്ഛൻ എന്നെ ചീത്തം പിടിച്ച് വിളിച്ചോണ്ട് ഞങ്ങൾ 5 ചന്തയിൽ പോയി പോയി മേടിച്ചോ? മേടിച്ച്. എത്ര എണ്ണം മേടിച്ച്? 2 ആ, അതിനുശേഷമായിരുന്നു 2 എണ്ണം അല്ലേ? 8ാമത്തെ പോത്താ. 8ാമത്തെ പോത്ത. പിന്നെ എന്തുവായാലും ശരി, അനീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം, അവ എന്ത് ജോലിയും ചെയ്യും അല്ലേ? ഇന്നെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എരിയാടി പൊരിയുന്ന വെയിലത്ത് കിടന്ന് ജോലി ചെയ്യുന്നെങ്കിലും നല്ല പോലെ 2 കുഞ്ഞുങ്ങളുണ്ട്, നല്ല രീതിയിൽ അവൻ ജീവിച്ചു പോകുന്ന ഒരു സന്തോഷമില്ലടാ പൊടി. സന്തോഷം. ഭയങ്കര സന്തോഷമുള്ളല്ലേ, മിടുക്കന്നെ അവൻ. അവിടെ നിന്ന് കഷ്ടപ്പെടുക തന്നെ. ഞങ്ങൾ ചീനിയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് കഴിച്ച് സൂപ്പറായിരുന്നു. അതേപോലെ അനീഷിൻ്റെ ആണ്ടെ മണികണ്ഠനും ആഹാരമൊക്കെ കഴിച്ച് വയറ് കറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഈ മലയുടെ അടിവാരത്ത് നിന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവും. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പാവം പിടിച്ച അനീഷ്, സ്നേഹതിയ അനീഷിന് എല്ലാ സപ്പോർട്ടും നൽകണം.